ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് പോലീസ്. ഇ.പിയുടെ പരാതി കോട്ടയം ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കും. കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുക. പോളിംഗ് ദിനത്തിലെ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇ.പി. എന്നാൽ നിലപാട് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും രവി DC പറഞ്ഞു. ഇതൊരു ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ്. ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു ഡി സി ബുക്കും പിന്നെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ അധികാരപ്പെടുത്തിയിട്ടില്ല, ചുമതല കൊടുത്തിട്ടില്ല. പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും ഇടതുപക്ഷം ജയിക്കും. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന് ധരിച്ച് ആസൂത്രിതമായി നടത്തിയതാണ്. ഒരാൾക്ക് ആത്മകഥ എഴുതാൻ അയാൾക്ക് അധികാരമുണ്ട്. ആത്മകഥ അങ്ങനെ എഴുതുന്നത് ലഘുലേഖകളാകട്ടെ, പുസ്തകങ്ങളാകട്ടെ, ആത്മകഥയാകട്ടെ, അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പാർട്ടി അനുവാദം വാങ്ങും. ഞാൻ എൻ്റെ പുസ്തകം ഇതുവരെ തയ്യാറായില്ല. തയ്യാറായി കഴിഞ്ഞ് ഞാനിത് പ്രസാദനം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കോപ്പി എൻ്റെ പാർട്ടിയെ കാണിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് ഇനി അനുവാദം തന്നാലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. DC ബുക്സിന് ഇതേപ്പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് സംസ് അപ്പ് വാട്ട് വി ഹാവ് ടു സേ. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് നൈദർ പിന്നെ വി ആർ ഓൺലി എ ഫെസിലിറ്റേറ്റേഴ്സ്. നമ്മളില്ലാത്ത അത് ഞാൻ ഏതൊരു പബ്ലിക് ഫിഗറും അല്ല, പിന്നെ മറ്റേതുമല്ല. അതുകൊണ്ട് തന്നെ വി ഡു റെസ്പെക്ട് ദ പബ്ലിക് ഫിഗർ. പിന്നെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിൽക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കമന്റ്സ് ആർ റിസർവ്ഡ് ആക്ച്വലി. അരുൺ സോളമൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ സോളമൻ, ഇ.പി. ആഞ്ഞടിക്കുന്നുണ്ട്, പക്ഷേ രവി DC തന്ത്രപരമായ മൗനമാണ് അവലംബിക്കുന്നത്. പബ്ലിക് ഫിഗർ, അതായത് ഇ.പി. ജയരാജന്റെ വിശ്വാസ്യത തകർക്കുന്ന ഒരു പ്രതികരണത്തിലേക്ക് DC പോകുന്നില്ല. പക്ഷേ അവിടെ തങ്ങൾക്കിത് കിട്ടിയിട്ടില്ലെന്നോ തന്നിട്ടില്ലെന്നോ എന്ന് രവി DC പറയാൻ തയ്യാറാകുന്നില്ലല്ലോ. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സുജയ, കേരളം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഇ.പിയുടെ പേരിൽ ഇത്തരത്തിൽ വലിയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. ഈ വിവാദം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഇ.പി മാധ്യമങ്ങളെ കാണുന്നു. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. ഇന്നും നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ 177 പേജുള്ള ഒരു PDF-ന്റെ കോപ്പിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളെ കാണുകയും തനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല, DC ബുക്സിന് ഇത്തരത്തിലൊരു കരാർ നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നു. അതിൽ അദ്ദേഹം ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സംസ്ഥാന DGPക്ക് അദ്ദേഹം ഈ സംബന്ധിച്ച് ഒരു പരാതി നൽകുന്നു. ഈ പരാതി ഇന്ന് DGP ക്രമസമാധാന ചുമതലയിലുള്ള ADGP മനോജ് എബ്രഹാമിന് ഈ പരാതി ഇപ്പോൾ കൈമാറി. ഇതിനോടനുബന്ധിച്ച് DC-യുടെ ആസ്ഥാനം കോട്ടയത്താണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പരാതി ADGP ഈ പരാതി കോട്ടയം പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുകയാണ്. ഷാഹുൽ ഹമീദിനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ ചുമതല. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കും. പക്ഷേ ഈ കേസിൽ പ്രധാനമായും ഒരു FIR ഇടില്ല. കേസ് എടുക്കാതെയാണ് ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ഈ ഷാഹുൽ ഹമീദ് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം ഇ.പി. ജയരാജൻ നൽകിയ പരാതിയിൽ DC ഉൾപ്പെടെ ആർക്കെതിരെയും ഒരു പരാതി നൽകിയിട്ടില്ല, ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ളതാണ് ഇ.പി. പ്രധാനമായും ഈ പരാതിയിൽ ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ ഇപ്പോൾ FIR ഇടാതെയാണ് കോട്ടയം പോലീസ് മേധാവി ഈ കേസ് അന്വേഷിക്കുക. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ കോട്ടയം പോലീസ് മേധാവി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. പ്രധാനമായും ഇ.പി. തന്നെയായിരിക്കും ഈ കേസിൽ ആദ്യത്തെ മൊഴി. അദ്ദേഹത്തിൻ്റെ മൊഴി എന്തായാലും അനിവാര്യമാണ്. അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാകുക. എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? കാരണം ഇ.പി. തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഇത്തരത്തിൽ താനൊരു ആത്മകഥ എഴുതാൻ DC ബുക്സുമായും മാതൃഭൂമി ബുക്സുമായും നടത്തുന്നുണ്ട് എന്ന് ഇ.പി. പറയുന്നു. അപ്പോൾ ഫെസിലിറ്റേറ്ററായി തങ്ങളുണ്ട് എന്ന് രവി DC പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതാണ് ഇനി അറിയേണ്ടത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.